ഹലോ മക്കൾസ്, പാർഷ്യൽ ഡെറിവേറ്റീവ് എഫ് എന്ന ഫംഗ്ഷന് n വേരിയബിൾസ് ഉള്ള ഒരു ഫംഗ്ഷനാണ്. അതേപോലെ എഫ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അതായത് എന്താണ് എഫ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, എഫ് ഓഫ് x1 x2 എക്സെട്ര xn വരെയുള്ള, അതായത് n വേരിയബിൾസ് ഉള്ള ഒരു ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു jth കോമ്പോണൻ്റ് അസോസിയേറ്റഡ് ആയിട്ടുള്ള എഫിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുക ഡെൽറ്റ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എഫ് ഓഫ് ജെ ഈസ് ഡിഫൈൻഡ് ബൈ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടേൺസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ജെ പ്ലസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ജെ. ഇതാണ് എന്ത് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ചില തിയറംസിലൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ് ഗ്രേഡിയൻ്റ് എന്നാണ്. ഒരു ഗ്രേഡിയൻ്റ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു n വെക്ടർ ആണ്. അതായത് ഒരു കോളം വെക്ടർ ആയിട്ടാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് എഫ് എന്ന ഫംഗ്ഷൻ എഫ് ഓഫ് x1 x2 എക്സെട്ര xn ആണെങ്കിൽ അതിൻ്റെ ഓരോ കോർഡിനേറ്റ് വൈസ്, അതായത് കോർഡിനേറ്റ് വൈസ് ഉള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്, അതായത് എഫ് ഓഫ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ x1, അതേപോലെ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ x2, ഇതിനെ ഒരു കോളം വെക്ടർ ആക്കി എഴുതുന്നതിനെയാണ് എന്ത് പറയാം, ഗ്രേഡിയൻ്റ് എന്ന് പറയാം. അതിനെ ഡിനോട്ട് ചെയ്യുക ഗ്രേഡ് എഫ് ഓർ ഡെൽ എഫ് എന്നായിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊരു n ട്രബിൾ ആയിരിക്കും. ഓക്കെ, ഇതിന് നമുക്ക് റോ വൈസ് റെപ്രസെൻ്റ് ചെയ്യാം. റോ വൈസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, ഡെൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ x1 ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ x2 എക്സെട്ര എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ xn. ഇതൊരു n ട്രബിൾ ആയിരിക്കും. ഇവിടെ ട്രാൻസ്പോസ് ഉണ്ട്. ഇങ്ങനെ എന്താ റോ വൈസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെറ്റ് എഫ് എക്സ് കോമ വൈ, അതായത് n ട്രബിൾസ് ഇല്ല, രണ്ടെണ്ണം, എക്സിൻ്റെയും വൈൻ്റെയും ഒരു എക്സും വൈയും വേരിയബിൾ ആയിട്ടുള്ള ഒരു രണ്ട് വേരിയബിൾസ് ഉള്ള ഒരു ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ വൈ. ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നോക്കാം. എങ്ങനെ നോക്കും? ഇതിൻ്റെ ഗ്രേഡിയൻ്റ് എങ്ങനെ കാണാൻ നോക്കാം. അതായത് ആദ്യം ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണാം. ആദ്യം ഫസ്റ്റ് വേരിയബിൾ ആയിട്ടുള്ള എക്സ് വെച്ച് കാണുമ്പോൾ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പം ഈ ഡെൽറ്റ എക്സ് വെച്ച് ചെയ്യുമ്പോൾ വൈ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ ഭാഗം മാത്രം ചെയ്താൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു 2x ഇൻറ്റു ഇതെന്താണ് കോൺസ്റ്റൻറ്റ് സൈൻ വൈ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് പറയുന്നത് നെക്സ്റ്റ് വേരിയബിൾ ആയിട്ടുള്ള വൈ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു എക്സിൻ്റെ ടേം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതേപോലെ ഉണ്ടാവും എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ വൈൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? കോസ് വൈ. സോ എന്താണ് ഇതിൻ്റെ എന്താ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്, ഫോർ ഇതിൻ്റെ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ഡെൽ എഫ് ഓഫ് എക്സ് കോമ വൈ ഓർ ഡെൽ എഫ് ഈസ് ഈക്വൽ ടു എന്താണ് പറയാം? 2x സൈൻ വൈ ആൻഡ് എക്സ് സ്ക്വയർ കോസ് വൈ. ഇങ്ങനെ എഴുതാം, കോളം വൈസ് ആയിട്ട്. ഇങ്ങനെ ഇതിൻ്റെ എന്താ പാർഷ്യൽ ഡെറിവേറ്റീവിനെ കോളം വൈസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് എഴുതുന്നതിനാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയാം. ഇത് നമുക്ക് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാം? റോ വൈസ് ആയിട്ടും റെപ്രസെൻ്റ് ചെയ്യാം. സോ അങ്ങനെ പറയുകയാണെങ്കിൽ ഡെൽ എഫ് ഈസ് ഈക്വൽ ടു 2x സൈൻ വൈ ആൻഡ് എക്സ് സ്ക്വയർ കോസ് വൈ ട്രാൻസ്പോസ്. ഇങ്ങനെ എഴുതാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ഇത് വരുന്ന ഒരു തിയറാണ് പറയാൻ പോകുന്നത്. ഓക്കെ, തിയർ എന്താന്ന് നോക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ബി ഡിഫൈൻ ഇൻ എ കോൺവെക്സ് ഡൊമൈൻ K is a subset of En and B differentiable, then f of x is a convex function if and only if f of x2 minus f of x1 greater than or equal to x2 minus x1 all transport del f of x1.
ഫോർ ഓൾ x1 ആൻഡ് x2 ബിലോങ്സ് ടു കെ. അതായത് യൂക്ലിഡിയൻ സ്പേസ് ENന്റെ ഒരു വെക്റ്റർ ഒരു കോൺവെക്സ് സബ്സെറ്റ് ആണ് കെ. അതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ്. അത് ഡിഫറൻഷ്യബിൾ ആണ്. പിന്നെ എഫ് ഓഫ് എക്സ് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ടു മൈനസ് എക്സ് വൺ ഓൾ ട്രാൻസ്പോസ് ഡെൽ എഫ് ഓഫ് എക്സ് വൺ എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും ഫോർ ഓൾ എക്സ് വൺ എക്സ് ടു ഇൻ എക്സ് കെ. അതുപോലെ തന്നെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എന്ത് പറയാം, എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. അപ്പം ഇതെന്താണ്, ഒരു നെസസറി സഫിഷ്യൻറ്റ് കണ്ടീഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കിയാലോ. പ്രൂഫ് എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യാം. ലെറ്റ് അസ്യൂം ദ കണ്ടീഷൻ എന്ത് പറയാം, അസ്യൂം എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ടു മൈനസ് എക്സ് വൺ ഓൾ ട്രാൻസ്പോസ് ഡെൽ എഫ് ഓഫ് എക്സ് വൺ. ഇത് നമ്മൾ അസ്യൂം ചെയ്യാണ് ഫോർ ഓൾ x1, x2 ബിലോങ്സ് ടു കെ. ഈ കണ്ടീഷൻ അസ്യൂം ചെയ്യാം. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മളിവിടെ വെക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ലെറ്റ് x3 ബി എനി പോയിന്റ് ഇൻ കെ സച്ച് ദാറ്റ്, അതായത് നമ്മളൊരു x3 എന്നുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ എന്താ പറയുക, ഈ രീതിയിൽ തന്നെയുള്ള ഒരു x3, അതായത് x3 എങ്ങനെയായിരിക്കും, x1 ഈസ് ഈക്വൽ ടു ലാംഡ x2 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു x3 എന്നുള്ള രീതിയിൽ ഒരു x1നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു x3നെ, അതായത് ഈ രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു x3, അതായത് x2ൻ്റെയും x3ൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് x1നെ എഴുതാൻ പറ്റുന്ന ഒരു x3 എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു. അതെങ്ങനെ, ഇവിടെ എന്തായിരിക്കും, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും കേട്ടോ. ദെൻ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദെൻ അതന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ത്രീ മൈനസ് എഫ് ഓഫ് എക്സ് വൺ എന്തായിരിക്കും, വി ഗെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ത്രീ മൈനസ് എക്സ് വൺ ഓൾ കോംപ്ലിമെൻറ്റ് ഡെൽ എഫ് ഓഫ് എക്സ് വൺ എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ നൗ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാംഡ ഇൻറ്റു ഇക്വേഷൻ നമ്പർ 1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു ഇക്വേഷൻ നമ്പർ 2 ചെയ്യാം. ദെൻ വി ഗെറ്റ് എന്താണ് ചെയ്യാൻ നോക്കുക. ആദ്യം നമുക്ക് ഇക്വേഷൻ നമ്പർ 1നെ ലാംഡ വെച്ച് ഇൻറ്റു ചെയ്ത് നോക്കാം. എന്താണ് കിട്ടുക, ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു, ഓക്കെ. ദെൻ ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് ടു മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് ടു മൈനസ് എക്സ് വൺ ഓൾ ട്രാൻസ്പോസ് ഡെൽ എഫ് ഓഫ് എക്സ് വൺ. ഇതായിരിക്കും നമുക്ക് കിട്ടുക. ദെൻ ഇത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് നമുക്ക് വെക്കാം. ദെൻ ഇതെന്താണ് ഇക്വേഷൻ നമ്പർ 3, ഇക്വേഷൻ നമ്പർ 3. ദെൻ ഇനി അടുത്തത് എന്താണ്, ഇക്വേഷൻ നമ്പർ 2നെ 1 മൈനസ് ലാംഡ കൊണ്ട് ഇൻറ്റു ചെയ്യാം. ദെൻ ഇക്വേഷൻ നമ്പർ 2 എന്താണ്, ഇത് അവിടെ ഉണ്ട് ഇക്വേഷൻ നമ്പർ 2. ദെൻ 1 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് ത്രീ മൈനസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ത്രീ മൈനസ് എക്സ് വൺ ട്രാൻസ്പോസ് ഡെൽ എഫ് ഓഫ് എക്സ് വൺ എന്ന് കിട്ടും. ദെൻ ഇതെന്താണ് ഇക്വേഷൻ നമ്പർ 4 ആക്കാം. ദെൻ ദിസ് ബിക്കം ഇക്വേഷൻ നമ്പർ 4. ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്, 3 + 4, അത് ഇക്വേഷൻ നമ്പർ 3 പ്ലസ് ഇക്വേഷൻ നമ്പർ 4. ഇതെന്താണ്, ഈ ഇൻഇക്വാലിറ്റിൻ്റെ ലെഫ്റ്റ് സൈഡൊക്കെ പ്ലസ് ചെയ്യുക, അതേപോലെ റൈറ്റ് സൈഡും പ്ലസ് ചെയ്യുക. ദെൻ വി ഗെറ്റ് എന്താണ് കിട്ടുക, ദെൻ വി ഗെറ്റ് ലാംഡ ഇൻറ്റു എന്താണ് കിട്ടുക നോക്കൂ, ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് ടു, സോറി ഇങ്ങനെ എഴുതണ്ടല്ലേ, ചെറുതാക്കി എഴുതാം, കുറേ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട്. ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് ടു മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൺ
പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് 3 മൈനസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് 2 മൈനസ് എക്സ് 1 ട്രാൻസ്പോസ് ഡെൽ എഫ് ഓഫ് എക്സ് 1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ് 3 മൈനസ് എക്സ് 1 ട്രാൻസ്പോസ് ഡെൽ എഫ് ഓഫ് എക്സ് 1. ഓക്കെ, ഇതിൽ ഈ ടേം എന്താണ്? ഇതാണ് കേട്ടോ ലെഫ്റ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡും ഇതെന്താണ് റൈറ്റ് സൈഡുമാണ് കേട്ടോ, ഇത് റൈറ്റ് സൈഡുമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം, എങ്ങനെ കിട്ടാൻ നോക്കാം. ദെൻ ഇവിടെ ഫസ്റ്റ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ടേംസ് അറിയണത് ഇതാണ്. ഈ 1 മൈനസ് ലാംഡ എന്നുള്ള ഈ ടേം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം, അതേപോലെ ഈ ടേം എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ദെൻ നമുക്ക് എന്താ കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് 2 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് 1 ഇതവിടെ ഉണ്ട്. ദെൻ പ്ലസ് എന്ത് കിട്ടും? ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് 3 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് 3 എന്ന് കിട്ടും. ദെൻ മൈനസ് എഫ് ഓഫ് എക്സ് 1 പ്ലസ് എന്ത് വരും? ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് 1 എന്ന് കിട്ടും. ദെൻ ഇവിടെ കോമൺ ആയിട്ട് എന്തുണ്ട്? ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് 1 ഉണ്ട്, ഇവിടെ പ്ലസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് 1 ഉണ്ട്. ഇത് രണ്ടും ക്യാൻസലായി പോകും. ദെൻ പിന്നെന്താ ഉള്ളത്? വേറെ എന്താ ഉള്ളത് ഇതിൽ പിന്നുള്ളത് എഫ് ഓഫ് എക്സ് 3 ഇവിടെ കോമൺ ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു എഫ് ഓഫ് എക്സ് 3 ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? അത് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് 3 എഫ് ഓഫ് എക്സ് 3നെ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് 3 ഇൻറ്റു 1 മൈനസ് ലാംഡ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേംസും കൂടെ എന്തായി മാറും? ദെൻ ലെഫ്റ്റ് സൈഡ് എന്തായി മാറും? വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് 2 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് 3 എന്ന് വരും, മൈനസ് എഫ് ഓഫ് എക്സ് 1. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ? ഇങ്ങനെ ഈ ടേം വന്നു. ഇനി നെക്സ്റ്റ് അടുത്ത റൈറ്റ് സൈഡ് എന്താണ് വരിക നോക്കാം. റൈറ്റ് സൈഡ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡ് എന്ത് വരും നോക്കാം. ഇനി റൈറ്റ് സൈഡ് വരുന്ന എവിടെയാണ്? ഇതാ ഈ റെഡ് കളറിൽ അണ്ടർലൈൻ ചെയ്താണ് റൈറ്റ് സൈഡ്. ഇതിൽ ഡെൽറ്റ എഫ് ഓഫ് എക്സ് 1 ഇവിടെ ഡെൽറ്റ എഫ് ഓഫ് എക്സ് 1 ഉണ്ട്, ഇവിടെ ഈ ടേമിലുണ്ട്. സോ അത് നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ ഇൻറ്റു എഫ് ഓഫ് എക്സ് 1 എന്നുള്ളത് നമ്മൾ കോമൺ ആയിട്ട് പുറത്ത് കൊടുത്തു. ദെൻ ബാക്കി ടേം ഇവിടെ 1 മൈനസ് ലാംഡ ഉണ്ട്, അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അതേപോലെ ഈ ലാംഡ നമുക്ക് ഓരോ ടേമിനും കൊടുക്കാം. ദെൻ നമുക്ക് എന്ത് കിട്ടും? ലാംഡ ഇൻറ്റു എക്സ് 2 മൈനസ് ലാംഡ ഇൻറ്റു എക്സ് 1. ഓക്കെ, അപ്പോൾ ഈ ടേം കഴിഞ്ഞു. നെക്സ്റ്റ് ടേം പ്ലസ് എന്ത് കൊടുക്കാം? 1 മൈനസ് ലാംഡനെ രണ്ട് ടേമിനും കൊടുക്കാം. ദെൻ 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ് 3 മൈനസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ് 1 എന്ന് കിട്ടും. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ഈ ബ്രാക്കറ്റ് നമുക്കൊന്ന് എന്ത് ചെയ്യാം? ചെറുതാക്കി നോക്കാം. ദെൻ എന്ത് കിട്ടും? ഇവിടെ തന്നെ ആയിരിക്കും ലാംഡ ഇൻറ്റു എക്സ് 2 മൈനസ് ലാംഡ ഇൻറ്റു എക്സ് 1 എന്ന് കിട്ടും. പ്ലസ് ഇതിനെ നമുക്ക് എക്സ്പാൻഡ്, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? എക്സ് 3 മൈനസ് ലാംഡ എക്സ് 3 എന്ന് കിട്ടും. ദെൻ ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മൈനസ് എക്സ് 1 മൈനസ് പ്ലസ് ലാംഡ എക്സ് 1 എന്ന് കിട്ടും. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? ദെൻ ഇനി ബാക്കി വരാം. ഇതൊന്ന് റൈസ് ചെയ്തിട്ട് ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ടേംസിൽ ബാക്കി വരെ എന്തായിരിക്കും? ഓക്കെ, ഇത് ഇൻറ്റു ഈ എഫ് ഓഫ് എക്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ദെൻ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കാം. ഈ ടേംസിൽ കോമൺ ആയിട്ട് വരുന്നതാണ് ഈ ടേമും ഈ ടേമും, അതായത് ലാംഡ ഇൻറ്റു എക്സ് 1. അത് രണ്ടും ക്യാൻസൽ ആവും.
ഇനി ഏതെങ്കിലും കോമൺ ആയിട്ട് വരുന്നുണ്ടോ? ഇതവിടെ x3 ഉണ്ട്, ഇവിടെ ഒരു ലാംഡ x3 ഉണ്ട്. സോ x3നെ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? x3 ഇൻറ്റു 1 മൈനസ് ലാംഡ എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഈ ഇക്വേഷൻ ബിക്കം എന്ത് കിട്ടും? ഇക്വേഷൻ ബിക്കം ലാംഡ ഇൻറ്റു x2 മൈനസ് x3 ഇൻറ്റു അല്ലെങ്കിൽ 1 മൈനസ് ലാംഡ ഇൻറ്റു x3 മൈനസ് x1 ഡാഷ് എന്ന് കിട്ടും അല്ലേ? ഇതല്ല കിട്ടിയിട്ടുള്ളത്. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ, ഇത് തന്നെയാണോ കിട്ടുന്നതെന്ന് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാത്തിനും ഡാഷ് ഉണ്ട് കേട്ടോ. കോമൺ ആയിട്ട് നമ്മൾ x1 മൈനസ് x2 ഓൾ ഡാഷ് എന്നായിരുന്നു, x3 ഓൾ ഡാഷ് ആയിരുന്നു. സോ ഇതിനൊക്കെ ഡാഷ് ഉണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയതാണ്. ഓക്കെ, എഴുതാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്ത്? റൈറ്റ് സൈഡ് ആയിട്ട് ഇൻറ്റു എന്ത്? ഡെൽ എഫ് ഓഫ് x1. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയല്ലോ? ഈ നെക്സ്റ്റ് ഉള്ളത് ഇതിന് നമുക്കൊന്നും കൂടെ ഷോർട്ട് ചെയ്ത് എഴുതാം. അതായത് ഈ ടേമിൽ നമുക്കറിയാം നമ്മൾ എന്താണ് x1 എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നത്. x1 ഈസ് ഈക്വൽ ടു എന്തായിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ലാംഡ ഇൻറ്റു x2 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു x3 എന്നാണ് നമ്മൾ x1നെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്കിവിടെ x1 ഡാഷ് ഉണ്ട്. സോ നമുക്കിവിടെ x1 ഡാഷ് എന്ന് പറയുന്നത് എന്താക്കി എഴുതാം? ലാംഡ x2 ഡാഷ് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു x3 ഡാഷ് എന്ന് കൊടുക്കാം. ദെൻ ഇവിടെ x1 പകരം ഇത് കൊടുത്താൽ വി ഗെറ്റ് എന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു x3 ഡാഷ് എന്ന് കിട്ടുകയാണെങ്കിൽ ലാംഡ x2 ഡാഷ് മൈനസ് 1 മൈനസ് ലാംഡ ഇൻറ്റു x3 ഡാഷ് മൈനസ് ഓഫ് ലാംഡ ഇൻറ്റു x2 ഡാഷ് പ്ലസ് ഇതിവിടെ പുട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ, പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു x3 ഡാഷ് ഇൻറ്റു ഡെൽ എഫ് ഓഫ് x1 എന്ന് കിട്ടും. ദെൻ ഈ ടേമും ഒരേ ടേം അല്ലേ? സോ വി ഗെറ്റ് 0. ദെൻ 0 ഇൻറ്റു ഡെൽ എഫ് ഓഫ് x1 വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ നമ്മൾ റൈറ്റ് സൈഡ് ബിക്കം എന്തായി മാറി? റൈറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയല്ലോ? ദഫോ നമുക്ക് എന്താണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്? ദെൻ നമുക്ക് ഈ ഇക്വേഷനിൽ എഫ് ഓഫ് എക്സിനെ ഇപ്പുറത്ത് കൊണ്ടുപോകാം. അതായത് രണ്ട് സൈഡിലും എഫ് ഓഫ് x1നെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലാംഡ ഇൻറ്റു എഫ് ഓഫ് x2 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് x3 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x1 എന്ന് കിട്ടും. ഓക്കെ, എഫ് ഓഫ് x1 എന്ന് പറഞ്ഞത് എന്താണെന്നാണ് ഡിഫൈൻ ചെയ്തിരുന്നത്? x1 ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ലാംഡ ഇൻറ്റു x2 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു x3 എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. സോ ഇവിടെ നമ്മളത് കൊടുക്കുകയാണെങ്കിൽ വി ഗെറ്റ് എഫ് ഓഫ് എന്ത് കിട്ടും? ലാംഡ ഇൻറ്റു x2 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു x3. ഇനി ഇനീക്വാളിറ്റി എഫ് ഓഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് കിട്ടും? ലാംഡ ഇൻറ്റു എഫ് ഓഫ് x2, ഈ ടേം ലാംഡ ഇൻറ്റു എഫ് ഓഫ് x2 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് x3. അതായത് ഇങ്ങനെ വരുന്നതിനെ നമുക്ക് എഫ് ഓഫ് x2 ആൻഡ് എഫ് ഓഫ് x3 ഫംഗ്ഷൻ ഇങ്ങനെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് എന്തിൻ്റെ ഡെഫിനിഷനാണ്? കോൺവെക്സ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ആണല്ലോ. ദെർഫോർ എന്ത് പറയാൻ പറ്റും? എഫ് എന്നുള്ളത് ദെർഫോർ എഫ് എന്നുള്ളത് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? എഫ് എന്നുള്ളത് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണെന്ന് കിട്ടി. സോ നമ്മൾ എന്തായിരുന്നു അസ്യൂം ചെയ്തിരുന്നത്? നമ്മൾ ഈ കണ്ടീഷൻ അസ്യൂം ചെയ്തു. ദെർഫോർ നമുക്ക് എന്ത് കിട്ടി? ഈ കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്തു, അതൊരു കോൺവെക്സ് ഫംഗ്ഷൻ ആണെന്ന് കിട്ടി. ഇനി കോൺവേഴ്സ് ആയിട്ട് ഇതിൻ്റെ കോൺവേഴ്സ്ലി നമ്മൾ പ്രൂവ് ചെയ്യണമെങ്കിൽ എഫ് എന്നുള്ളത് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണ്. ദെൻ ഈ കണ്ടീഷൻ അസ്യൂം ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രൂവ് ചെയ്യണം. ദെർഫോർ നമ്മൾ അസ്യൂം ദാറ്റ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണ്. ദെൻ കോൺവെക്സ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ദെർഫോർ നമുക്ക് എഫ് ഓഫ് എക്സിന് എന്ത് ചെയ്താം? എഫ് ഓഫ് എക്സ് 1 മൈനസ് ലാംഡ ഇൻറ്റു x1 പ്ലസ് ലാംഡ ഇൻറ്റു x2 എന്നുള്ള ഈ ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ലാംഡ ഇൻറ്റു
എഫ് ഓഫ് എക്സ് വൺ പ്ലസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് ടു എന്നൊക്കെ എഴുതാം. ഈ രീതിയിൽ എഴുതാൻ പറ്റും. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേംസിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. ദെൻ നമുക്കിത് റിവേഴ്സ് ആയിട്ട് എഴുതുകയാണെങ്കിൽ എന്താ കിട്ടുക, എഫ് ഓഫ് വൺ മൈനസ് ലാംഡ ഇൻറ്റു, അതായത് ഈ ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ലെഫ്റ്റ് ആയിട്ട് ചെയ്തതാണെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൺ എന്ന് കിട്ടും. പ്ലസ് ബാക്കിയുള്ള എന്താണ് ഈ ടേം ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് ടു ഈസ് ഇവിടെ എന്താണ് ലെസ് ദാൻ, അതായത് ഇവിടുന്ന് അങ്ങോട്ടല്ലേ ഇതാണ്, സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൺ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് വൺ പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് ടു. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ എങ്ങനെ ഇത് വന്ന്. സോ ഇനി നമുക്ക് ഈ ടേംസിൽ ലാംഡ ഉള്ളത്, അതായത് ഈ ടേമിൽ ഇവിടെ ഒരു ലാംഡ ഉണ്ട്, ഇവിടെയും ലാംഡ ഉണ്ട്. സോ നമുക്ക് ആ ലാംഡനെ കോമൺ ആയിട്ട് എടുക്കാം. സോ വി ഗെറ്റ്, അതിനെ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ വി ഗെറ്റ് എന്ത് കിട്ടും, എഫ് ഓഫ് എക്സ് വൺ അവിടെ തന്നെ ഉണ്ടാവും, എഫ് ഓഫ് എക്സ് വൺ ഉണ്ടാവും, മൈനസ് പ്ലസ് ലാംഡനെ കോമൺ ആയി എടുക്കുകയാണെങ്കിൽ ലാംഡനെ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ടു എഫ് ഓഫ് എക്സ് വൺ എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ എന്ന് കിട്ടും. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ, ലാംഡനെ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ. ദെൻ എന്ത് പറയാം, ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൺ മൈനസ് ലാംഡ എക്സ് വൺ പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് ടു. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഈ എഫ് ഓഫ് എക്സിനെ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, എഫ് ഓഫ് എക്സിനെ ഈ സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, അതായത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ വി ഗെറ്റ് എന്താണ് കിട്ടുക, ഇറ്റ്സ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, മൈനസ് ചെയ്യുക, രണ്ട് ഭാഗത്തും മൈനസ് ചെയ്യുക. സോ എന്ത് കിട്ടും, എഫ് ഓഫ് വൺ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് വൺ പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യണം. ദെൻ വി ഗെറ്റ് എന്താണ് കിട്ടുക, ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു, ഈ ഭാഗത്ത് എന്താണ്, ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത് ലാംഡ ഇൻറ്റു അല്ലെങ്കിൽ ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ എന്നാണ് നമുക്ക് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൺ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് വൺ പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് ടു എന്ന് കിട്ടും, ലാംഡ ഇൻറ്റു എക്സ് ടു എന്ന് കിട്ടും, മൈനസ് എഫ് ഓഫ് എക്സ് എന്നുണ്ട്, എഫ് ഓഫ് എക്സ് വൺ എന്നുണ്ട്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കിട്ടുക എന്തായിരിക്കും, വൺ ഇൻറ്റു എക്സ് വൺ. സോ എക്സ് വൺ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് വൺ പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് ടു എന്ന് കിട്ടും. സോ ഇവിടെ എന്ത് കിട്ടും, ലാംഡകൾ കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ എക്സ് വൺ പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് കിട്ടും. ഓക്കെ, ദെൻ വി ഗെറ്റ് എന്താണ് കിട്ടുക, ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൺ പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് ടു മൈനസ് എക്സ് വൺ ഈസ് മൈനസ് എഫ് ഓഫ് എക്സ് വൺ എന്ന് കിട്ടും. ദെൻ ഈ ലാംഡ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, അതായത് ഇനീക്വാളിറ്റിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ വി ഗെറ്റ് എന്താണ് കിട്ടുക, വി ഗെറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് കിട്ടും. ദെൻ ഈ ഇനീക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ബൈ യൂസിങ് ടേക്കിംഗ് ലിമിറ്റ് ആസ് ലാംഡ ടേൺസ് ടു 0 ബൈ യൂസിങ് ഡെഫിനിഷൻ ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ് വി ഗെറ്റ് എന്താണ് കിട്ടുക, വി ഗെറ്റ് എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ
is greater than or equal to x2 minus x1 all transpose del f of x1. ഓക്കെ, ഹെൻസ് ദ പ്രൂഫ്. അതായത് എന്താണ് ഡെഫിനിഷൻ ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ ഇതാണ് കിട്ടുക. സോ ഹെൻസ് ദ പ്രൂഫ്. ഇതെല്ലാം കിട്ടേണ്ടിയിരുന്നത് ഈ ദഫോർ ഹെൻസ് ദ പ്രൂഫ്. ഇനി നെക്സ്റ്റ് ഒരു തിയറം പറയാൻ പോകുന്നത് വെരി സിമ്പിൾ ആയിട്ടുള്ള തിയറാണ്. ഈ തിയറത്തിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവലായിട്ട് വരുന്നത് ലെറ്റ് എഫ് ഓഫ് എക്സ് be a convex differentiable function defined in a convex domain K subset of En, then f of x and f of x naught and x naught in a K is a global minimum if and only if this condition satisfy ചെയ്യുകയാണെങ്കിൽ global minimum എന്തായിരിക്കും? x minus x naught all transpose del f of x naught is greater than or equal to 0 for all x belongs to K. ഈ en എന്ന ഒരു യൂക്ലിഡിയൻ സ്പേസിൻ്റെ കോൺവെക്സ് സബ്സെറ്റ് ആണ് കെ എന്നത്. ഇതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കോൺവെക്സ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ്. ദെൻ എക്സ് നോട്ട് ഇൻ കെ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഒരു ഗ്ലോബൽ മിനിമം ആണെങ്കിൽ എക്സ് മൈനസ് എക്സ് നോട്ട് ട്രാൻസ്പോർട്ട് ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതേപോലെ തന്നെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഒരു ഗ്ലോബൽ മിനിമം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഗ്ലോബൽ മിനിമം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. സോ ഇതിൻ്റെ പ്രൂഫ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ വി അസ്യൂം എഫ് ഓഫ് എക്സ് നോട്ട് എന്നുള്ളത് ഒരു ഗ്ലോബൽ മിനിമം ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ ഗ്ലോബൽ മിനിമം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് എന്നുള്ള വേറൊരു പോയിന്റ് ഉണ്ട് കേലുണ്ടെങ്കിൽ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയാം. കാരണം ഇതെന്താണ്? മിനിമം ആയിരിക്കും. ദെൻ ആൾസോ എക്സ് എന്നുള്ള ഒരു പോയിന്റ് കേലുണ്ടെങ്കിൽ കെ എന്നുള്ളത് ഒരു കോൺവെക്സ് സെറ്റ് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു എക്സ് ചൂസ് ചെയ്താൽ എക്സിൻ്റെയും അതായത് എക്സിൻ്റെയും അതേപോലെ തന്നെ എക്സ് നോട്ടിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ കെയിൽ തന്നെ ഉണ്ടാവും. കാരണം എന്താണ്? അതൊരു കോൺവെക്സ് സെറ്റാണ്. അതാണ് എന്ത്? കോൺവെക്സ് സെറ്റിൻ്റെ ഡെഫിനിഷൻ. ആൻഡ് ദിസ് ആൾസോ എ പോയിന്റ് ഇൻ കെ. ദർഫോർ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുത്താലും എന്താണ്? ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സോ നമുക്ക് എന്ത് പറയാം? എക്സിന് പകരം ഈ ടേം കൊടുക്കുകയാണെങ്കിൽ ലാംഡ എക്സ് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ് നോട്ട് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. കാരണം എന്താ? എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഒരു മിനിമാണ്, ഗ്ലോബൽ മിനിമാണ്. സോ ഏതൊരു പോയിന്റ് കെയിലെടുത്താലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് ഈ ടേം ഇത് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്ത് കിട്ടും? ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് 1 എക്സ് നോട്ട് മൈനസ് ലാംഡ എക്സ് നോട്ട് എന്ന് കിട്ടും. സോ എക്സ് നോട്ട് മൈനസ് പ്ലസ് ലാംഡനെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് കിട്ടും. സോ ദ ബ്രാക്കറ്റ് ബിക്കം എന്താവും? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ്, എഫ് ഓഫ് എക്സ് നോട്ട് എന്നാണ്. സോ എഫ് ഓഫ് എക്സ് നോട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എക്സ് നോട്ട് പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഈസ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഡിവൈഡിങ് ബൈ ലാംഡ ആൻഡ് ടേക്കിംഗ് ലിമിറ്റ് ആസ് lambda turns to 0, we obtain by using definition of partial derivative, we get x minus x naught all transpose del of f of x naught is greater than or equal to 0. Hence the proof. Then നമുക്ക് second part to prove the converse, let for every x in x we prove എന്ത് ചെയ്യണം? x minus x naught all transpose del f of x naught is greater than or equal to 0. Since f of x is convex, from above theorem നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ തിയറത്തിൽ നമുക്കറിയാം f of x minus f of x naught is greater than or equal to
x minus x naught all transpose del f of x naught and greater than or equal to 0, which means f of x is a global minimum. Hence the proof. Thank you.